ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരി. നീ പോയിട്ടിങ്ങ് പോന്നോ? ഓഫീസില് അത്യാവശ്യം പറഞ്ഞ കാര്യം കഴിഞ്ഞമ്മേ. ഞാൻ നിങ്ങള് ഇവിടെ എത്തിയിട്ടുണ്ടാവുന്ന കരുതി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നേനെ. ഡോക്ടറെ കണ്ട് സംസാരിച്ചോ ഗോപാലമ്മ? ഓ, കൊറേ പരിശോധനകളും നടത്തി. കാര്യങ്ങളൊക്കെ നിന്റെ ഗോപാലമാമനോടാ പറഞ്ഞിരിക്കുന്നേ. അമ്മയ്ക്ക് എന്താ ക്ഷീണമുണ്ടോ? അവിടുത്തെ ആ ഇരിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും എല്ലാം കൂടി ആയപ്പോ ഒരു ചെറിയ ക്ഷീണം പോലെയുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ മോളെ. എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? സിത്താരാമേടെ എന്തിനാ വിളിപ്പിച്ച്? അവിടുത്തെ കാര്യം ചോദിക്കണ്ട, അത് അവസാനിച്ചു. എന്ത് പറ്റി? ഇവളെപ്പോലെ ഒരുത്തിക്ക് കൂടെ നടക്കാനും സംസാരിക്കാനും വേണമെങ്കിൽ നവീന്റെ കൂടെ കിടന്ന് ഉറങ്ങാനും താല്പര്യം ഉണ്ടാവും. നാളെ ചിലപ്പോ വേറെ ഏതെങ്കിലും ഹോട്ടൽ മുറിയെന്നായിരിക്കും ഞങ്ങക്ക് തെളിവ് കിട്ടുക. നീ നവീനും അവിടെ ചെന്നതിന്റെ അത് ചിലപ്പോ നിങ്ങളുടെ ശീലമായിരിക്കും. ഇന്ന് തന്നെ അവരുടെ പണം തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഗോപാലമ്മ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ കയ്യില് വേറെ കുറച്ച് കാശുണ്ട്. അത് വെച്ച് സിറ്റിക്കകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ലോട്ടറി കാർഡ് ഇട്ടുതരാൻ പറ്റുമോ? ഞാൻ ലോട്ടറി വിറ്റ് എങ്ങനെയെങ്കിലും അമ്മയുടെ കാര്യം നോക്കിക്കോളാം. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? പണം തിരിച്ചു കൊടുത്താൽ അമ്മയുടെ ഓപ്പറേഷൻ ഇത്രയും കാലം പിടിച്ചു നിന്നില്ലേ? ഇനിയിപ്പോ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അടുത്ത മാസം ആദ്യം ഓപ്പറേഷൻ നടത്തണം. മോളോട് ചോദിച്ചിട്ട് ഡേറ്റ് പറയാൻ പറഞ്ഞിരിക്കുക. ഒരു കാരണവശാലും അവരുടെ പണം എടുത്തിട്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. അവരുമായിട്ട് ഇനി എനിക്ക് ഒരു ബന്ധവുമില്ല. മോളെ, വേറൊരു പ്രശ്നമുണ്ടല്ലോ. മോളൊരു 5 ലക്ഷം രൂപ എന്റെ അടുത്ത് തന്നായിരുന്നല്ലോ. അത് അഡ്വാൻസ് ആയിട്ട് അവിടെ കെട്ടാൻ പറഞ്ഞു. ഞാനത് കൊടുക്കുകയും ചെയ്തു. അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ മോളെ. അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? മോളെ, എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ ഗോപാലമാമ. ആട്ടും തൊഴിയും ഇതൊക്കെ തന്നെ മിച്ചം. കൃഷ്ണ